Good afternoon. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് എന്താണ് ഡിസ്കസ് ചെയ്തത്? നവോത്ഥാന പ്രസ്ഥാനങ്ങളല്ലേ? പ്രസ്ഥാനങ്ങളല്ലേ? NSS ഏതായിരുന്നു? SNDP, നിലപാടുള്ള കോൺഗ്രസ്, അർജുന കലാപ്, ഏതായിരുന്നു? അഞ്ചുതന്നെ കലാപം അല്ലെ? ഇത്രയാണ് നമ്മൾ നോക്കിയത്. കുറച്ച് വേണമെങ്കിൽ വരയ്ക്കേണ്ട. സാമൂഹ്യ മത നവപ്രസ്ഥാനങ്ങളിലെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് നോക്കാം. SNDP നായർ സർവീസ് സൊസൈറ്റി ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം. നിങ്ങളുടെ മെസ്സേജ് കേൾക്കാം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സാധുജന പരിപാലന സംഘത്തെ കുറിച്ചിട്ടാണ്. സാധുജന പരിപാലന സംഘം ആരാണത് കൊണ്ടുവന്നത്? സാധുജന പരിപാലന സംഘം അയ്യൻകാളിയാണ് അല്ലെ? അയ്യൻകാളിയാണ് സാധുജന പരിപാലന സംഘം കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഇവിടെ പോയി മഴയാണോ? എന്തിനു വേണ്ടിയിട്ടാണ് സാധുജന പരിപാലന സംഘം സ്ഥാപനം കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ എന്തിനു വേണ്ടിയിട്ട് യാത്ര ചെയ്യുവാനും അതുപോലെ തന്നെ എന്തിനാണ് സ്കൂളുകളില് പ്രവേശനം അനുവദിക്കുക എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടാണ് എന്ത് സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത് അല്ലെ? ആ സംഘത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക, അതുപോലെ തന്നെ എന്താണ് സ്കൂളുകളിലേക്ക് പ്രവേശനം അനുവദിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത്. ഇതിന്റെ സ്ഥാപകൻ ആരായിരുന്നു? നവോത്ഥാന നായകനായ അയ്യൻകാളിയാണ് സാധുജന പരിപാലനത്തിന്റെ സ്ഥാപകൻ. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത്. SNDP ആണ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കേണ്ടതിന്റെ അതിലെ ലക്ഷ്യത്തിലേക്ക് നയിച്ചത്. SNDP എന്ന സംഘടനയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അയ്യൻകാളിയില് പ്രചോദനം ഉൾക്കൊണ്ടത്.
ഓക്കെ, എന്താണ്? അപ്പൊ സാധുജന പരിപാലന സംഘം തുടരാനായിട്ട് പ്രചോദനമായ മറ്റു സംഘടന ഏതായിരുന്നു? SNDP ആണ് കേട്ടോ. SNDPയുടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് എന്ത് സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത്. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായി അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായി അറിയപ്പെട്ടിരുന്നത് സാധുജന പരിപാലിനിയാണ്. 1913 ഇത് മുഖപത്രം തയ്യാറാക്കപ്പെട്ടത്. 1913 സാധുജന പരിപാലനി എന്ന മുഖപത്രം തയ്യാറാക്കപ്പെട്ടത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയ്യൻകാളിയെ കുറിച്ചിട്ടാണ് കേട്ടോ. സാധുജന പരിപാലന സംഘത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധുജന പരിപാലന സംഘം പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യ സ്ഥലമായി അറിയപ്പെടുന്നത് എവിടെയാണ്? ചങ്ങനാശ്ശേരിയിലുള്ള സുദർശന പ്രസ് ആണ്. സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആ മുഖപത്രം എവിടെയാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്? ആരംഭിച്ച സ്ഥലമായിരുന്നു എവിടെയാണ്? ചങ്ങനാശ്ശേരി സുദർശന പ്രസ്സിലായിരുന്നു കേട്ടോ. ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിലായിരുന്നു സാധുജന പരിപാലനയുടെ ആദ്യ പ്രസിദ്ധീകരണം നടത്തിയത്. ഇതിന്റെ ആദ്യ എഡിറ്റർ ആയിരുന്നത് ആരായിരുന്നു? സാധുജന പരിപാലനയുടെ ആദ്യ എഡിറ്റർ എന്നറിയപ്പെടുന്നത് ചെമ്പംതറ കാളിച്ചോതി കറുപ്പനായിരുന്നു. ചെമ്പംതറ കാളിച്ചോതി കറുപ്പനായിരുന്നു സാധുജന പരിപാലനയുടെ ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത്. ആരായിരുന്നു? ചെമ്പംതറ കാളിച്ചോതി കറുപ്പൻ. ചെമ്പംതറ കാളിച്ചോതി കറുപ്പനായിരുന്നു എന്തിന്റെ എഡിറ്ററായി അറിയപ്പെട്ടിരുന്നത്? സാധുജന പരിപാലനയുടെ എഡിറ്ററായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഇനി ഈ സാധുജന പരിപാലന സംഘത്തിന് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്, പുലയ മഹാസഭ. സാധുജന പരിപാലനത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? പുലയ മഹാസഭ. ഏത് വർഷമാണ് ഈ പേരിലേക്ക് മാറിയത്? 1938 പുലയ മഹാസഭ എന്ന പേര് നൽകിയത്. വർഷം ഓർത്തു വയ്ക്കുക, 1938 1938 സാധുജന പരിപാലന സംഘം പുലയ സഭയായിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്താണ്? സാധുജന പരിപാലന സംഘത്തിനെ കുറിച്ച് മാത്രമാണ് അല്ലെ ഇത്ര അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സുകളായിട്ട് വരുന്നത്. പക്ഷെ ഇതിലും കൂടുതൽ നമ്മൾ ആരെ കുറിച്ചാണ് പഠിക്കേണ്ടത്? അയ്യൻകാളിയെ കുറിച്ചാണ് അല്ലെ. നവോത്ഥാന നായകരിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നവോത്ഥാന നായകനാണ് ആര്? അയ്യൻകാളി. അദ്ദേഹത്തെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് PSCയുടെ. PSC എന്നല്ല, മറ്റ് മത്സര പരീക്ഷകളിലെ ഒഴിച്ചുകൂടാനാവാത്ത നവോത്ഥാന നായകരിൽ ഒരാളാണ് ആര്? അയ്യൻകാളി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് സാധുജന പരിപാലന സംഘം കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിനും അതുപോലെ തന്നെ സ്കൂൾ പ്രവേശനം അല്ലെ സ്കൂളുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ സംഘടന ഉയർന്നു വന്നത്. ആരാണ് ഇത് സ്ഥാപിച്ചത്? അയ്യൻകാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത്. ഇതിന് പ്രചോദനമായ സംഘടന ഏതായിരുന്നു? SNDP ആണ്. സാധുജന പരിപാലന സംഘത്തിന് പ്രചോദനമായ സംഘടന SNDP ആയിരുന്നു. സാധുജന പരിപാലനത്തിന്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി 1913 കേട്ടോ. 1913 സാധുജന പരിപാലിനി എന്ന മുഖപത്രം
ഓക്കെ. സാധുജന പരിപാലനയുടെ ആദ്യ പ്രസിദ്ധീകരണം എവിടെ വെച്ചായിരുന്നു? ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിലായിരുന്നു. സാധുജന പരിപാലന യോഗത്തിന്റെ മുഖപത്രം ആദ്യ പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെയാണ്? ചങ്ങനാശ്ശേരി സുദർശന പ്രസ്സിലാണ്. ദെൻ അതിന്റെ ആദ്യ എഡിറ്റർ ആയിട്ട് ആരായിരുന്നു? ചെമ്പംതറ കാളിച്ചോടി കറുപ്പനായിരുന്നു. ചെമ്പംതറ കാളിച്ചോടി കറുപ്പനായിരുന്നു സാധുജന പരിപാലനയുടെ ആദ്യ എഡിറ്റർ ആയിരുന്നത്. ഇനി സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയത് ഏത് വർഷമായിരുന്നു? സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയത് 1938 അത്തരം ഭാഗമാണ് എന്താ സാധുജന പരിപാലനത്തെ കുറിച്ചിട്ട് അത്തരം കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇനി നമ്മൾക്ക് അയ്യൻകാളിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു ആര്? അയ്യൻകാളി അല്ലെ. അദ്ദേഹം ഏത് വർഷമാണ് ജനിച്ചത്? 1863 ഓഗസ്റ്റ് 28 അദ്ദേഹം വെങ്ങാനൂരിലെ തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലായിരുന്നു അയ്യൻകാളി ജനിച്ചത്. അപ്പൊ ഓഗസ്റ്റ് 28 നമ്മൾ അയ്യൻകാളി ദിനമായിട്ട് ആചരിക്കുന്നത്. 1863 ഓഗസ്റ്റ് 28 അദ്ദേഹം ജനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരായിരുന്നു ആര്? അയ്യൻകാളി ജനിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം എന്ന ബാല്യകാല നാമമായി അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? കാളി എന്നായിരുന്നു. അയ്യൻകാളിയുടെ ബാല്യകാല നാമം എന്നറിയപ്പെട്ടിരുന്നത് കാളി എന്നായിരുന്നു. ഇത് നോട്ട് ചെയ്യുന്നില്ലേ? പറയുന്നത് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിതാവ് അയ്യനെന്നും അമ്മയുടെ പേരെന്തായിരുന്നു? മാതാവ് എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മാല എന്നുമായിരുന്നു കേട്ടോ. പിതാവിന്റെ പേര് അയ്യൻ എന്നും മാതാവ് മാല എന്ന പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. പ്ലാവിൽ തറയായിരുന്നു അദ്ദേഹത്തിന്റെ തറവാട്ടു നാമം. പ്ലാവിൽ തറ എന്നായിരുന്നു അവരുടെ അയ്യൻകാളിയുടെ വീട്ടുപേര് അറിയപ്പെട്ടിരുന്നത്. പ്ലാവിൽ തറ. പ്ലാവിൽ തറയായിരുന്നു അയ്യൻകാളിയുടെ തറവാട്ടു നാമമായിട്ട് അറിയപ്പെട്ടിരുന്നത്. 1863 ഓഗസ്റ്റ് 28 അദ്ദേഹം ജനിച്ചു. വെങ്ങാനൂര് തിരുവനന്തപുരം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അമ്മ മാല എന്നും അച്ഛൻ അയ്യൻ എന്നുമാണ് പേരുകൾ അറിയപ്പെട്ടിരുന്നത്. പ്ലാവിൽ തറ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തറവാട്ടു നാമം. 1941 ജൂൺ 18 അദ്ദേഹം മരണമടഞ്ഞത്. 1941 ജൂൺ 18 അദ്ദേഹം മരണമടഞ്ഞത്. പിന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള ബേസിക് ഉള്ള കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹം സഞ്ചരിച്ച നവോത്ഥാന വഴികളുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അയ്യൻകാളി കാഴ്ചവെച്ചത് നോക്കാം. പറയുന്ന പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ദളിത് കുടുംബത്തിൽ നിന്നും വന്ന ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ആര്? അയ്യൻകാളി. ഒരു ദളിത് കുടുംബത്തിൽ നിന്നും വന്ന ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? അയ്യൻകാളി. തുടർച്ചൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരാം കേട്ടോ. ആദ്യ ദളിത് സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അയ്യൻകാളി. നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ക്ലാസ് കേൾക്കുന്നില്ലേ? ഉണ്ട്. ഓക്കെ. അപ്പൊ ഒരു ദളിത് കുടുംബത്തിൽ നിന്നും വന്ന സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യൻകാളി. ഓക്കെ. മാതാപിതാക്കളായ മാലയുടെയും അയ്യന്റെയും മകനായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ആ പേരുകൾ നോട്ട് ചെയ്യണം. മാതാവിന്റെയും പിതാവിന്റെയും പേര് നോട്ട് ചെയ്യണം. മാതാവ് മാല എന്നും പിതാവിന്റെ പേരെന്തായിരുന്നു? അയ്യൻ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഇവരുടെ മകനായിരുന്നു ആര്? അയ്യൻകാളി. കാളി എന്ന നാമത്തിലായിരുന്നു ആദ്യ ബാല്യകാല നാമത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്.
ഇനി ഇദ്ദേഹം ഏത് സമുദായത്തിലായിരുന്നു ജനിച്ചത്? ഏത് സമുദായത്തിൽ ജനിച്ച ആളാണ്? പുലയ സമുദായത്തിൽ കേട്ടോ. പുലയ സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പുലയ സമുദായത്തില് ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? അയ്യൻകാളി. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നവോത്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ നവോത്ഥാന പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം കടന്നു വരാൻ കാരണം എന്താണ്? ഇത്രയേറെ പ്രവൃത്തി ആർജിക്കാൻ കാരണം എന്തായിരുന്നു? അക്കാലഘട്ടത്തില് നമ്മുടെ കേരളത്തില് ജാതീയമായിട്ടുള്ള വ്യത്യാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഒരുപാട് നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു അല്ലെ. അത്തരത്തിലുള്ള ആ ജാതീയമായ അനാചാരങ്ങൾക്കെതിരെ പോരാടുവാൻ വേണ്ടിയിട്ട് ഒരു ദളിത് സമൂഹത്തിൽ നിന്ന് മുന്നേറ്റ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന പരിഷ്കർത്താവായിരുന്നു ആര്? നവോത്ഥാന നായകനായിരുന്നു ആര്? അയ്യൻകാളി അല്ലെ. നമ്മളുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ എന്താണ് ജാതീയമായ അനാചാരങ്ങൾക്കെതിരെ വേണ്ടിയിട്ട് പോരാടിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? അയ്യൻകാളി. അയ്യൻകാളിയെ പുലയ രാജ എന്ന് വിളിച്ചത് ആരായിരുന്നു? അയ്യൻകാളിയെ പുലയ രാജ എന്ന് വിളിച്ചത് ആരായിരുന്നു? ഗാന്ധിജിയാണ് അല്ലെ. ഗാന്ധിജിയാണ് അയ്യൻകാളിയെ പുലയ രാജ എന്ന് വിളിച്ചത്. ഓക്കെ, അത് ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യമാണ് അല്ലെ. ഓക്കെ, ഇദ്ദേഹം 1911 ശ്രീമൂലം പ്രജാസഭയിലെ തുടർച്ചയായിട്ട് 28 വർഷം അംഗമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് 1915 അയ്യൻകാളി ശ്രീമൂലം പ്രജാസഭയിലെ തുടർച്ചയായിട്ട് 28 വർഷം അംഗമായിട്ട് നിലകൊണ്ടിരുന്നു. ശ്രീമൂലം പ്രജാസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന ആളായിരുന്നു ആര്? 28 വർഷമായിരുന്നു ആര്? അയ്യൻകാളി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കാഴ്ചവെച്ചത്. എവിടെയാണ്? ശ്രീമൂലം പ്രജാസഭയില്. ഓക്കെ, ഏകദേശം 28 വർഷത്തോളമായിരുന്നു അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയില് അംഗമായിരുന്നത്. തുടർച്ചയായ അംഗമായിരുന്നത് അയ്യൻകാളി ആയിരുന്നു കേട്ടോ. 28 വർഷത്തോളം അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയില് ആയിരുന്നു. 1893 അദ്ദേഹം പ്രശസ്തമായ ഒരു സമരത്തിന് നിലയിലേക്ക് വന്നത്. ഏത് സമരമായിരുന്നു 1893 സമരം? വില്ലുവണ്ടി സമരം അല്ലെ. 1893 വില്ലുവണ്ടി സമരം. അതെന്തിനു വേണ്ടിയിട്ടാണ് വില്ലുവണ്ടി സമരം നടത്തിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു വില്ലുവണ്ടി സമരം നടത്തിയിരുന്നത്? പൊതുനിരത്തിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് വില്ലുവണ്ടി സമരം നടത്തിയത് അല്ലെ. ഇതിനു വേണ്ടിയിട്ടായിരുന്നു പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തിയത്. എവിടെ നിന്ന് തുടങ്ങി എവിടെ വരെയായിരുന്നു വില്ലുവണ്ടി സമരം അദ്ദേഹം നടത്തിയത്? ഏത് സ്ഥലം മുതൽ ഏത് സ്ഥലം വരെയായിരുന്നു? വെങ്ങാനൂർ മുതല് കവടിയാർ വരെ. വെങ്ങാനൂർ മുതല് കവടിയാർ വരെയായിരുന്നു അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തിയത്. വർഷം ഓർത്ത് വെക്കുക, 1893 വെങ്ങാനൂർ ടു കവടിയാർ. 1893 വില്ലുവണ്ടി സമരം, വെങ്ങാനൂർ ടു കവടിയാർ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, 1907 അദ്ദേഹം ഏത് സംഘടന കൊണ്ടുവന്നത്? 1907 ഏത് സംഘടന കൊണ്ടുവന്നത്? സാധുജന പരിപാലന സംഘം അല്ലെ. സാധുജന പരിപാലന സംഘം 1907 അദ്ദേഹം സ്ഥാപിച്ചത്. ഓക്കെ, 1938 സാധുജന പരിപാലനത്തിനെ നമ്മള് പുലയ മഹാസഭ എന്ന പേരിലേക്ക് മാറ്റിയത്. 1938 സാധുജന പരിപാലന സംഘം
പുലയ മഹാസഭയായി മാറുന്നത്. ഓക്കെ, അങ്ങനെ എനിക്ക് 1914 കാലഘട്ടങ്ങളില് ഒരുപാട് മാറ്റങ്ങൾക്ക് അദ്ദേഹം, ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പോരാടിയിരുന്നു. പ്രധാനമായിട്ടും എന്താണ്, 1914 എന്താ അയ്യങ്കാളിയുടെ പരിശ്രമത്തിനൊടുവില് തിരുവിതാംകൂർ രാജാവായ, ആരായിരുന്നു തിരുവിതാംകൂർ രാജാവ് കാലഘട്ടത്തില്? ശ്രീമൂലം തിരുനാള് കേട്ടോ. ശ്രീമൂലം തിരുനാള് പിന്നോക്ക ജാതിക്കാരായ കുട്ടികൾക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യമാണ് അനുവദിച്ചു കൊടുത്തത്? സർക്കാർ സ്കൂളുകളില് പഠിക്കുവാൻ സ്വാതന്ത്ര്യം നൽകി. 1914 അയ്യങ്കാളിയുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായിട്ട് എന്താണ്, ശ്രീമൂലം തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം പെരുന്നാള് അദ്ദേഹം പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിലേക്ക് പ്രവേശനം നൽകി, വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൊടുത്തത് ആരായിരുന്നു? തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളായിരുന്നു. ആരുടെ പരിശ്രമത്തിന്റെ പേരില്? അയ്യങ്കാളിയുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ പേരിലാണ് ശ്രീമൂലം തിരുനാള് താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളുകളിലേക്ക് പ്രവേശനം നൽകിയത്. ഓക്കെ, ഇവിടെ വരെ പറഞ്ഞ ഭാഗങ്ങള് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു ആര്? അയ്യൻകാളി അല്ലെ. തൊഴിലാളികളുടെ നേതാവായിരുന്നു ആര്? അയ്യൻകാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? ആരായിരുന്നു? അയ്യൻകാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനായിരുന്നു ആര്? അയ്യൻകാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനായിരുന്നു അയ്യൻകാളി. ആ പേര് നോട്ട് ചെയ്യുക. എന്താണ്? ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നതാണ് ആര്? അയ്യൻകാളി. അയ്യൻകാളി അറിയപ്പെടുന്ന ഒരു വിശേഷണമാണെന്ത്? ആളിക്കത്തിയ തീപ്പൊരി. ആളിക്കത്തിയ തീപ്പൊരിയാണ് അയ്യൻകാളി എന്നറിയപ്പെടുന്നത്. 1904 അദ്ദേഹം കാർഷിക ലഹള നടത്തിയത്. 1904 അദ്ദേഹം കർഷക ലഹള നടത്തിയത്. ഓരോ ഇയേഴ്സും നോട്ട് ചെയ്ത് വെക്കുക. 1904 അദ്ദേഹം കർഷക ലഹള നടത്തിയത്. അതായത് തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളികളുമായിട്ട് പ്രവർത്തിച്ചത് ആരായിരുന്നു? അയ്യൻകാളിയായിരുന്നു. തിരുവിതാംകൂറിലെ കർഷകർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച നവോത്ഥാന നായകനായിരുന്നു ആര്? അയ്യൻകാളി. ഓക്കെ, ആളിക്കത്തിയ തീപ്പൊരിയെന്നും അതുപോലെ തന്നെ എന്താണ്, ദളിതരുടെ പിതാവെന്നും അറിയപ്പെടുന്നത് ആരാണ്? അയ്യൻകാളിയാണ്. ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്നത് അയ്യൻകാളിയാണ്. ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്നത് അയ്യൻകാളിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യൻകാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രനായിട്ട് അയ്യൻകാളിയെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഗാന്ധിജി എന്താണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്? ഗാന്ധിജി എന്തായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്? എന്താണ്? പുലയ രാജ അല്ലെ. പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയും ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയുമാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇന്ദിരാഗാന്ധിയാണ് അയ്യൻകാളിയെ മഹാനായ പുത്രനായിട്ട്
വിശേഷിപ്പിച്ചത്. പുലേ രാജ എന്ന് ഗാന്ധിജിയാണ് അയ്യൻകാളിയെ വിശേഷിപ്പിച്ചത്. കേരളത്തിന്റെ സ്പാർട്ടക്കസ് എന്ന പേരിലും ആരറിയപ്പെടുന്നുണ്ട്? അയ്യൻകാളി അറിയപ്പെടുന്നു. കേരളത്തിന്റെ സ്പാർട്ടക്കസ് ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? അയ്യൻകാളിയാണ്. പറയാം, 1893 അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തിയത്. എന്തിനു വേണ്ടിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത്? എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയായിരുന്നു വില്ലുവണ്ടി സമരം? സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തിയത്. എവിടം മുതൽ എവിടം വരെയായിരുന്നു യാത്ര അദ്ദേഹം ചെയ്തത്? വെങ്ങാനൂർ ടു കവടിയാർ. വെങ്ങാനൂര് മുതൽ കവടിയാർ വരെയായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തത് വില്ലുവണ്ടി സമരത്തിനായിട്ട്. വെങ്ങാനൂർ ടു കവടിയാർ വരെ. 1938 സാധുജന പരിപാലന സംഘത്തിനെ മറ്റൊരു പേരിലും അറിയപ്പെടുകയുണ്ടായി. മറ്റൊരു പേരിലേക്ക് മാറ്റുകയുണ്ടായി. ഏത് പേരിലായിരുന്നു മാറ്റിയത്? പുലയ മഹാസഭ അല്ലെ? പുലയ മഹാസഭ എന്ന പേരിലാണ് സാധുജന പരിപാലന സംഘത്തിനെ മറ്റൊരു പേരില് അറിയപ്പെടുന്നത്. 1914 അയ്യൻകാളിയുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായി രാജാവായ ശ്രീമൂലം തിരുനാൾ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിലേക്കുള്ള പ്രവേശനം നടത്തിക്കൊടുത്തു. സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ പ്രവേശിക്കപ്പെട്ടത് ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. 1917-14 കാലഘട്ടത്തിൽ. ഇന്ത്യയിൽ ആദ്യത്തെ തൊഴിലാളി നേതാവായി അറിയപ്പെട്ടിരുന്നത് ആരെയായിരുന്നു? അയ്യൻകാളിയെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളികളുടെ നേതാവായിട്ടും അറിയപ്പെടുന്നത് അയ്യൻകാളിയായിരുന്നു. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യൻകാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നതാണ് അയ്യൻകാളി. ഓക്കെ. കർഷക ലഹള ഏത് കാലഘട്ടത്തായിരുന്നു? കർഷക ലഹള 1904. ഓക്കെ, 1904 കർഷക ലഹള. ആധുനിക ദളിതരുടെ പിതാവായി അറിയപ്പെട്ടിരുന്നത് ആരാണ്? അയ്യൻകാളിയാണ്. ആധുനിക ദളിതരുടെ പിതാവായി അറിയപ്പെട്ടിരുന്നത് അയ്യൻകാളിയാണ്. ഓക്കെ. ഇനി പറയുന്ന കുറച്ച് ഇയേഴ്സുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ നോട്ട് ചെയ്യാം. പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി പറയുകയാണ്. പോയിന്റ് വൈസ് ആയിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. 1911 ശ്രീമൂലം പ്രജാസഭ. 1911 ശ്രീമൂലം പ്രജാസഭ. 1912 ശ്രീനാരായണ ഗുരുവിനെ ബാലരാമപുരത്ത് വെച്ച് അയ്യൻകാളി സന്ദർശിക്കുന്നു. 1912 ശ്രീനാരായണ ഗുരുവിനെ ബാലരാമപുരത്ത് വെച്ച് അയ്യൻകാളി സന്ദർശിക്കുന്നു. 1911 എന്താണ്? ശ്രീമൂലം പ്രജാസഭ. 1912 ശ്രീനാരായണ ഗുരുവിനെ ബാലരാമപുരത്ത് വെച്ച് അയ്യൻകാളി സന്ദർശിക്കുന്നു. 1913 എന്ത്? കൊച്ചി പുലയ സഭ. ശ്രദ്ധിക്കുക, 1913 കൊച്ചി പുലയ സഭ. കൊച്ചി 1913 കൊച്ചി പുലയ സഭ. ആയിരത്തി 1915 കല്ലുമാല ലഹള. 1915 കല്ലുമാല ലഹള.
അക്കാലഘട്ടത്തിൽ വരുന്ന മറ്റ് പേരുകൾ നോട്ട് ചെയ്യാം, മറ്റു ലഹളകൾ നോട്ട് ചെയ്യുക. ഏതാണ്? ഊരൂട്ടമ്പല ലഹള. ഊരൂട്ടമ്പല ലഹള 1915 തന്നെ വരുന്നതാണ്. ഊരൂട്ടമ്പല ലഹള. ഊരൂട്ടമ്പല ലഹള. പുലയലഹള. പുലയലഹള 1915 പുലയലഹള. കല്ലുമാല ലഹള, ഊരൂട്ടമ്പല ലഹള, പുലയലഹള. തൊണ്ണൂറാം ആണ്ട് ലഹള. തൊണ്ണൂറാം ആണ്ട് ലഹള. തൊണ്ണൂറാം ആണ്ട് ലഹള 1915 കല്ലുമാല ലഹള, ഊരൂട്ടമ്പല ലഹള, പുലയ ലഹള, തൊണ്ണൂറാം ആണ്ട് ലഹള. ഉത്തരം എഴുതിയോ? ആയിരത്തി 1937 ഗാന്ധിജി അയ്യങ്കാളിയെ കാണുന്നത്. 1937 ഗാന്ധിജി അയ്യങ്കാളിയെ കാണുന്നത്. 1937 ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിക്കുന്നത്. വർഷം ഓർത്തു വെക്കുക. 1937 ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിക്കുന്നത്. 1938 അപ്പൊ എന്തായിരുന്നു? എന്താണ് പഠിച്ചത്? 1938 നമ്മള് ഏത് പേരിലേക്ക് മാറ്റിയെന്നാണ് പഠിച്ചത്? 1938 പുലയ മഹാസഭ. 38 പുലയ മഹാസഭ. 37 ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിക്കുന്നത് കേട്ടോ. ഇനി 1941 ജൂൺ 18 അദ്ദേഹം മരണമടഞ്ഞത്. 1941 ജൂൺ 18 അദ്ദേഹം മരണമടഞ്ഞത്. 1941 ജൂൺ 18. ആയിരത്തി 1942 സമസ്ത തിരുവിതാംകൂർ പുലയസഭ. വർഷം ഓർത്തിരിക്കുക. 1942 സമസ്ത തിരുവിതാംകൂർ പുലയസഭ. സമസ്ത തിരുവിതാംകൂർ പുലയസഭ 1942 1942 സമസ്ത തിരുവിതാംകൂർ പുലയസഭ. ഇനി അയ്യൻകാളി ഏത് കാലഘട്ടത്തിലാണ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്? ഏത് കാലഘട്ടത്തിലാണ്? 2002 അല്ലെ? 2002 അയ്യൻകാളി സ്റ്റാമ്പില് പ്രത്യക്ഷപ്പെട്ടത്. ഓക്കെ, സ്റ്റാമ്പിൽ അദ്ദേഹം ചിത്രം പതിക്കുന്നത് 2002. ഓക്കെ. ഇനി 2010 അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി വന്നത്. ഇതാണ് 2010 അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 2010. അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഇന്നത്തെ ജില്ല വന്നത് 2010. സമസ്ത തിരുവിതാംകൂർ പുലയസഭ ഏത് കാലഘട്ടത്തിലായിരുന്നു? സമസ്ത തിരുവിതാംകൂർ പുലയസഭ 1942 സമസ്ത തിരുവിതാംകൂർ പുലയസഭ. അദ്ദേഹം സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 2002. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 2002. അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഏത് വർഷത്തിലായിരുന്നു? 2010.
അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 2010 ഇനി അതേക്കുറിച്ചുള്ള മറ്ററിവുകൾ കൂടി നമുക്ക് നോക്കാം. കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച നവോത്ഥാന നായകനായിരുന്നു അയ്യൻകാളി. അതുപോലെ തന്നെ ചാലിയം തെരുവ് ലഹളയുടെ സൂത്രധാരൻ എന്നറിയപ്പെട്ടതും ആരായിരുന്നു? അയ്യൻകാളിയാണ്. എന്താണ് ചാലിയം തെരുവ് ലഹള? ചാലിയം തെരുവ് ലഹളയുടെ സൂത്രധാരനായിരുന്നു ആര്? അയ്യൻകാളി. ചാലിയം തെരുവ് ലഹളയുടെ സൂത്രധാരനായിരുന്നു അയ്യൻകാളി. കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചതും ആരായിരുന്നു? അയ്യൻകാളിയാണ്. കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് അയ്യൻകാളിയാണ്. ഇനി 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം അദ്ദേഹം ഒരു കാര്യം പുറപ്പെടുവിക്കുകയുണ്ടായി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 36 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഹരിജനങ്ങളും മനുഷ്യരായി, അല്ലെ? ഹരിജനങ്ങളും മനുഷ്യരായി എന്നാണ് അദ്ദേഹം 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം അഭിപ്രായപ്പെട്ടത്. എന്താണ്? ഹരിജനങ്ങളും മനുഷ്യരായി എന്നാണ് അയ്യൻകാളി പ്രഖ്യാപിച്ചത്. ഏത് പ്രക്ഷോഭത്തിന് ശേഷം? ഏത് സമരത്തിന് ശേഷമാണ്? 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം അദ്ദേഹം അയ്യൻകാളി പ്രഖ്യാപിച്ചതാണെന്ന് ഹരിജനങ്ങളും മനുഷ്യരായി എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഹരിജനങ്ങളും മനുഷ്യരായി. അദ്ദേഹം സ്ഥാപിച്ച ഒരു പള്ളിക്കൂടത്തിന്റെ പേരെന്തായിരുന്നു? ഏത് പള്ളിക്കൂടമാണ് അദ്ദേഹം സ്ഥാപിച്ചത്? കുടിപ്പള്ളിക്കൂടം. ഓക്കെ, കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് അയ്യൻകാളി ആയിരുന്നു. ഹരിജനങ്ങളും മനുഷ്യരായി പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? ഹരിജനങ്ങളും മനുഷ്യരായി പ്രഖ്യാപിച്ച നവോദയ നായകനായിരുന്നു അയ്യൻകാളി. ഏത് സമരത്തിന് ശേഷമാണ് ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പ്രഖ്യാപിച്ചത്? ഏത് സമരത്തിന് ശേഷമായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമാണ് ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് അയ്യൻകാളി പ്രഖ്യാപിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് പ്രശസ്ത വചനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അദ്ദേഹത്തിന്റെ കുറച്ച് പ്രശസ്തമായ കുറച്ച് വചനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന്റെ കുറച്ച് വചനങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് എന്താ? ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ നവോത്ഥാന നായകനായിരുന്നു അയ്യൻകാളിയാണ്. എന്താണ്? വിദ്യയിലൂടെ ഔന്നിത്യം നേടുക. അദ്ദേഹത്തിന്റെ അടുത്ത വചനമാണ് വിദ്യയിലൂടെ ഔന്നിത്യം നേടുക. വിദ്യയിലൂടെ ഔന്നിത്യം നേടുക. മൂന്നാമത്തേത് വിദ്യ തേടുക, വിദ്യ നേടുക, സംഘടിക്കുക. വിദ്യ നേടുക, സംഘടിക്കുക. വിദ്യ നേടുക, സംഘടിക്കുക എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അയ്യൻകാളിയാണ് കേട്ടോ. അതിലേതെങ്കിലും ഒരു വചനം തന്നിട്ട് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കും. ഓക്കെ, വിദ്യ നേടുക, സംഘടിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? അയ്യൻകാളിയാണ്. അടുത്ത വചനമാണ് അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാണായ പാഠങ്ങളിലെല്ലാം എന്ത് മുളയ്ക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്? കാണായ പാഠങ്ങളിലെല്ലാം എന്ത് മുളയ്ക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്? മുട്ടിപ്പുല്ല് അല്ലെ മുടിപ്പുല്ല് മുളയ്ക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ
നിങ്ങളുടെ വയലുകളിലെല്ലാം കുട്ടിപ്പുള്ളി മുളപ്പിക്കുമെന്നാണ് ബംഗാളി പറഞ്ഞത്. ഓക്കെ, അടുത്ത വചനം എന്തായിരുന്നു? അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം അഭിഗമിക്കുക. അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം അഭിഗമിക്കുക. അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം അഭിഗമിക്കുക എന്ന് പറഞ്ഞത് ആരായിരുന്നു? അയ്യൻകാളിയായിരുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വചനങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഞാനിതാ ഉലയശിവനെ പ്രതിഷ്ഠിക്കുന്നു. പിന്നെന്താണ്? വിദ്യയിലൂടെ ഔന്നിത്യം നേടുക. വിദ്യയിലൂടെ ഔന്നിത്യം നേടുക. വിദ്യ നേടുക, സംഘടിക്കുക. വിദ്യ നേടുക, സംഘടിക്കുക. ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ അനുവദിച്ചെങ്കില് നിങ്ങളുടെ വയലുകളില് മുടിപ്പുല്ല് മുളപ്പിക്കും. മുടിപ്പുല്ല് മുളപ്പിക്കും. അതുപോലെ തന്നെ എന്താണ്? അന്തസ്ഥിതർക്ക് വിദ്യാഭ്യാസം അഭിഗമ്യമാക്കുക. അന്തസ്ഥിതർക്ക് വിദ്യാഭ്യാസം അഭിഗമ്യമാക്കുക എന്നീ വചനങ്ങളായിരുന്നു അയ്യൻകാളി എന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പുറപ്പെടുവിച്ചിരുന്നത്. അപ്പോ നമ്മളുടെ നാട്ടിലെ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും എന്താണ് ജാതീയമായിട്ടുള്ള വസ്തുതകൾക്കൊക്കെ പോരാടിയ പ്രഗത്ഭനായ ഒരു പരിഷ്കർത്താവായിരുന്നു അയ്യൻകാളി, അല്ലെ? 1941 ഏത് വർഷമാണ് അദ്ദേഹം മരിച്ചത്? 1941 ജൂൺ 18 അയ്യൻകാളി മരണമടഞ്ഞത്. ഓക്കെ, അയ്യൻകാളി ദിനമായി ആചരിക്കുന്നത് ഏത് വർഷമാണ്? ഏത് മാസം, ഏത് ഡേറ്റിലാണ് അയ്യൻകാളി ദിനമായിട്ട് ആചരിക്കുന്നത്? ഓഗസ്റ്റ് 28, അല്ലെ? ഇനി വരാൻ പോകുന്നതാണ്, അല്ലെ? ഓഗസ്റ്റ് 28 അയ്യൻകാളി ദിനമായിട്ട് നമ്മള് ആചരിക്കുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എല്ലാരും പറയാം കേട്ടോ. ചോദിക്കുന്നത് പറയാം. അയ്യൻകാളിയുടെ ജന്മസ്ഥലം. അയ്യൻകാളിയുടെ ജന്മസ്ഥലം ഓരോരുത്തർ പറയാം കേട്ടോ. അമ്പിളി? ബെങ്ങാനൂർ. ബെങ്ങാനൂർ എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം. ഓക്കെ. റീഷ്ണ സുരേഷ്? അദ്ദേഹത്തിന്റെ തറവാട്ടു നാമം എന്തായിരുന്നു? വീട്ടുപേര് എന്തായിരുന്നു? അയ്യൻകാളിയുടെ വീട്ടുപേര് എന്തായിരുന്നു? പ്ലാവിൻതറ. പ്ലാവിൽത്തറ വീട്ടിൽ, അല്ലെ? പ്ലാവിൽത്തറ വീട്ടിൽ അയ്യൻകാളി. ഓക്കെ. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം ഏതായിരുന്നു? നൗസ്യ? കാളി. കാളി, അല്ലെ? ബാല്യകാല നാമം കാളി എന്ന പേരിലായിരുന്നു. ഓക്കെ. ആയിഷ സുൽഫർ? ഏത് സമുദായത്തിലാണ് അയ്യൻകാളി ജനിച്ചത്? ആയിഷ? പുലയ സമുദായത്തിൽ. പുലയ സമുദായത്തിലാണ് ജനിച്ചത്. ഓക്കെ. സാധുജന പരിപാലന സംഘം ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? സാധുജന പരിപാലന സംഘം. അശ്വിൻ? അശ്വിൻ കെ കെ? ഓക്കെ, അറിയാവുന്നവര് പറയട്ടോ. 1907. ഓക്കെ. ഇനി പുലയ മഹാസഭ എന്ന പേര് മാറ്റിയത് ഏത് വർഷമായിരുന്നു? 1938. 1938 പുലയ മഹാസഭ എന്ന പേരിലേക്ക് മാറ്റിയത്. ഒരു ദളിത് കുടുംബത്തിൽ നിന്നും വന്ന ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? അയ്യങ്കാളി. ദളിത് സമൂഹത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? അയ്യൻകാളി. ഓക്കെ. 1893 പ്രധാനപ്പെട്ട ഒരു സമരം എന്തിനു വേണ്ടിയായിരുന്നു? വണ്ടി സമരം, സഞ്ചാര സ്വാതന്ത്ര്യം. സമരം എന്തിനു വേണ്ടിയായിരുന്നു?
സഞ്ചാര അത് വ്യക്തമായി പറയൂ. പൊതുവഴിയിലൂടെ പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് ദളിതർക്ക് വേണ്ടി സഞ്ചാര എല്ലാ സ്വാതന്ത്ര്യം ജാതികൾക്കും നേടിക്കൊടുക്കുന്ന സഞ്ചാര നേതൃത്വം നടത്തി. ഓക്കെ. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയെ. ഇന്ദിരാഗാന്ധി അല്ലെ? ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ഓക്കെ. ചാലിയം തെരുവു ലഹളയുടെ സൂത്രക്കാരൻ എന്നറിയപ്പെട്ടിരുന്നത് അയ്യങ്കാളി. ചാലിയം തെരുവു ലഹളയുടെ സൂത്രധാരനായിരുന്നു ആര്? അയ്യങ്കാളി. ഓക്കെ. അദ്ദേഹം സ്ഥാപിച്ച പള്ളിക്കൂടത്തിന്റെ പേരെന്താണ്? കുടിപ്പള്ളിക്കൂടം. പള്ളിക്കൂടമാണ് അദ്ദേഹം സ്ഥാപിച്ച പള്ളിക്കൂടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പറയാൻ കാരണമായ ഒരു സമരം ഏതായിരുന്നു? 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ഇനി അദ്ദേഹത്തിന്റെ ഓരോ വചനങ്ങളും ഓരോരുത്തരായിട്ടൊന്ന് പറഞ്ഞേ. 5 ഞാനിതാ വചനങ്ങൾ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. സുരഭി ഒന്നുകൂടി പറയോ? ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. ആ, അടുത്ത ആള് പറഞ്ഞേ. വിദ്യയിലൂടെ ഔന്നിത്യം നേടുക. സംഘടിക്കുക. ആ, എടുത്തോ. വിദ്യയിലൂടെ ഔന്നിത്യം നേടുക. വിദ്യ നേടുക, സംഘടിക്കുക. ആ, ഓക്കെ. വിദ്യയിലൂടെ ഔന്നിത്യം നേടുക. പിന്നെന്താണ് പറഞ്ഞത്? അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം അഭിമന്യം. അഭിനന്ദിക്കുക. ഓക്കെ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന വചനങ്ങൾ വരുന്നത്. ഇനി എന്നാണ് കൊച്ചി പുലയ മഹാസഭ സ്ഥാപിതമായത്? കൊച്ചി പുലയ മഹാസഭ 1913. 1913. 1913 കൊച്ചി പുലയ സഭ സ്ഥാപിതമായത്. 1915 കുറച്ച് ലഹളകൾ ഒരേപോലെ ഉണ്ടായിരുന്നു ആ വർഷം. ഏതൊക്കെ ലഹളകളായിരുന്നു? കല്ലുമാല ലഹള, കമ്പന ലഹള, ഊക്കമ്പന പുലയ ലഹള, ലഹള, തൊണ്ണൂറാം ലഹള. അപ്പൊ തന്നെ അത് പഠിച്ചില്ലേ? 1915 എന്തൊക്കെ ഉണ്ടായി? കല്ലുമാല ലഹള ഉണ്ടായി. പിന്നെന്താണ്? കല്ലുമാല ലഹള, കമ്പന ലഹള, ലഹള, പുലയ പുലയ ലഹള, ലഹള, പുലയ ലഹള, തൊണ്ണൂറാം ലഹള. ലഹള. ഓക്കെ. ഏത് വർഷമാണ് ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിക്കുന്നത്? ഏത് വർഷമാണ്? 1937. എത്രയാണ്? 1937 കേട്ടോ. ഓക്കെ. പുലയ മഹാസഭ ഏത് വർഷമാണ് പേര് മാറ്റി വന്നത്? 1938. ഓക്കെ. സമസ്ത തിരുവിതാംകൂർ മഹാസഭ എന്നാണ് സ്ഥാപിതമായത്? 1942. സമസ്ത തിരുവിതാംകൂർ മഹാസഭ 1942. ഇനി അദ്ദേഹം മരണമടഞ്ഞ വർഷം എന്നാണ്? അയ്യങ്കാളി മരണമടഞ്ഞത് എന്തായിരുന്നു? 1941 ജൂൺ 18. ജൂൺ 18. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്താണ് അദ്ദേഹം? 2002. 2002. അദ്ദേഹം ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് അദ്ദേഹത്തിന്റെ പേരിൽ രൂപം കൊണ്ടത് ഏത് വർഷമായിരുന്നു? 2010. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. പൂർണ്ണമായ പേരെന്ന് പറഞ്ഞ പൂർണ്ണമായ പേര് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 2010 കേട്ടോ. ഓക്കെ. തിരുവിതാംകൂറിലെ കർഷക മേളയ്ക്ക് നേതൃത്വം നൽകിയതാരായിരുന്നു? കർഷക മേളയ്ക്ക് അയ്യങ്കാളി. ഓക്കെ. അപ്പൊ നമുക്ക് അയ്യങ്കാളിയെ കുറിച്ചിട്ടുള്ള ബേസിക് അറിവുകൾ കിട്ടിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളായിരുന്നില്ലേ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന നോട്ട്സുകൾ നിങ്ങൾ പഠിച്ചായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിലെ എക്സ്ട്രാ എന്തെങ്കിലും നോട്ട്സ് അതിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇതായിട്ടൊന്നും വിചാരിക്കേണ്ട. അതുകൂടി പഠിക്കാം. എക്സ്ട്രാ ഇൻഫർമേഷൻ ആണെന്ന് കൂടി ഓർത്തത് പഠിക്കാം കേട്ടോ.
എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് എടുക്കുന്നതായിരിക്കും വീണ്ടും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അതിൽ നോട്ട്സിൽ ചിലപ്പോൾ പേര് വന്നതായിരിക്കാം PDF-ൽ. തരുന്ന നോട്ടുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക, ഫോളോ ചെയ്ത് പോവാം സിലബസിൽ. പിന്നെ അയ്യങ്കാളിയുടെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഓരോ നവോത്ഥാന നായകന്മാരെയും ഓരോന്നും എടുത്തെടുത്ത് പഠിക്കേണ്ടവയാണ്. അപ്പൊ അയ്യങ്കാളി എന്താണ് കുറച്ചുകൂടി പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സാധുചരണ പരിപാലന സംഘത്തെ കുറിച്ചോ അയ്യങ്കാളിയുടെ ജീവിതത്തെ കുറിച്ചോ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളെ കുറിച്ചിട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ക്ലിയർ ആണോ? ക്ലാസ് ക്ലിയർ ആണോ? ക്ലാസ് ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമ്മളുടെ ആറ്റിങ്ങൽ കലാപം മുതല് കഴിഞ്ഞ നോട്ട്സ് ഇല്ലേ, കഴിഞ്ഞ നോട്ട്സും ഈ പ്രാവശ്യത്തെ നോട്ട്സും കൂടി പഠിക്കണം കേട്ടോ. നമുക്കതൊരു മോക്ക് ടെക്സ്റ്റ് പോലെ ചെയ്തു നോക്കാം. ഓക്കെ മിസ്. ഓക്കെ മിസ്. അതായത് നമ്മുടെ പഴശ്ശി കലാപങ്ങൾ തുടങ്ങിയുള്ള ആ ഭാഗം, ഞാൻ എടുത്തു തുടങ്ങിയ ഭാഗം തുടങ്ങി എന്നത് പഠിക്കുക. ഓക്കെ മിസ്. ഓക്കെ അതൊക്കെ മിസ്. ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു എക്സാം പോലെ മോക്ക് ടെസ്റ്റ് പോലെ ഓൺലൈനിൽ നമുക്ക് ചെയ്തു കൊടുക്കും. അതിലെല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാ ഭാഗത്തും നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് വരാം. മിസ്റ്റർ സംശയം ഉണ്ടായിരുന്നു. ആ എന്താണ് നെടുമങ്ങാട് ചന്തലഹള എന്ന് പറഞ്ഞിട്ടൊരു ലഹളനെ പറ്റി പറയും. ഐഷ ക്ലിയർ അല്ലല്ലോ, നിങ്ങൾ പറഞ്ഞേ. നെടുമങ്ങാട് ചന്തലഹള. നെടുമങ്ങാട് ചന്തലഹള അത് അയ്യങ്കാളിന്റെ ഇതല്ലേ? നെടുമങ്ങാട് ചന്ദലഹള അയ്യങ്കാളിയുടെ ആണ് കേട്ടോ. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നെടുമങ്ങാട് ചന്ദലഹളെ അയ്യങ്കാളിയുടെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരൊന്നും പറഞ്ഞല്ലോ, ചാലിയം തെരുവിലഹള എന്ന് പറഞ്ഞില്ലേ? അതിൽ പ്രധാനപ്പെട്ടതാണ് ചാലിയം തെരുവിലഹളയുടെ സൂത്രധാരനായിട്ട് അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? അയ്യങ്കാളിയാണ് കേട്ടോ. കേരളത്തിന്റെ സ്പാർട്ടക്കസ് എന്ന് അറിയപ്പെടുന്നതും ആരായിരുന്നു? കേരളത്തിന്റെ സ്പാർട്ടക്കസ് എന്ന് അറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ്. അങ്ങനെ വിശേഷണങ്ങൾ ഓരോന്നും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പുലയരാജ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എന്തായാലും പതിഞ്ഞായിരുന്നു. ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകുള്ളൂ. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ കേരള സ്പാർട്ടക്കസ് ആരായിരുന്നു? അയ്യങ്കാളി. അതിന്റെ വിശേഷണങ്ങൾ വ്യക്തമായി പഠിച്ചു വെക്കുക. ഇതിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്നതാണ് എന്താ? സാധുജന പരിപാലന സംഘം, വില്ലുവണ്ടി യാത്രകള്, പിന്നെ അദ്ദേഹത്തിന്റെ വചനങ്ങള്, പിന്നെന്താണ് കല്ലുമാല സമരം, പുലയ മഹാസഭ, പിന്നെ ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ ഗാന്ധിജിയൊക്കെ അദ്ദേഹത്തെ സന്ദർശിച്ച വർഷങ്ങളൊക്കെ അതൊക്കെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത് കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ ജനനവർഷവും മരണവർഷവും, പിന്നെ ജനനസ്ഥലം, മാതാവിന്റെയും പിതാവിന്റെയും പേര്, പിന്നെ വിശേഷണങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വചനങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. പ്ലസ് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളും കൂടി നന്നായിട്ട് പഠിക്കുക. മിസ്സേ, ഈ പുലയ ലഹള തന്നെയല്ലേ ഈ ഉരുട്ടമ്പല ലഹളയും 90-ാം മണ്ഡല ലഹളയും? ഈ അതെ അതെ പുലയ അതെ. ലഹള ആ പുലയലഹള തന്നെ ഉരുട്ടമ്പലഹള പറഞ്ഞില്ല അല്ലേ? ഇല്ല. പുലയലഹള തന്നെയാണ് നമ്മൾ ഉരുട്ടമ്പലഹള എന്ന് പറയുന്നത് കേട്ടോ. കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും. സോറി കേട്ടോ. വേറെന്തെങ്കിലും? അയ്യങ്കാളി സ്മാരകം എവിടെയാണ്? സ്മാരകം അയ്യങ്കാളി സ്മാരകം എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. അല്ലെ? തിരുവനന്തപുരം ജില്ലയാണ് അദ്ദേഹത്തിന്റെ സ്മാരകവും സ്ഥിതി ചെയ്യുന്നത്. സ്മാരകവും പിന്നെ ശവകുടീരം വേറെ വേറെ ഇല്ലേ മിസ്? എന്താണ്? ഈ സ്മാരകവും ശവകുടീരം വേറെ വേറെ ഇല്ലേ? ചിത്രകൂടം, പഞ്ചജന്യം എന്നൊക്കെ പറഞ്ഞിട്ട്. ചിത്രകൂടം, പഞ്ചജന്യവും, ശവകുടീരം, പാഞ്ചജന്യവും, ചിത്രകൂടം, സ്മാരകം, അങ്ങനെ രണ്ടായിട്ടില്ലേ? ചിത്രകൂടം സ്മാരകമല്ലേ അദ്ദേഹത്തിന്റെ? ശവകുടീരം പാഞ്ചജന്യത്വം. എന്താണ് നൗസിയ പറയുന്നത്? അതല്ല, ഇപ്പൊ സുരഭി ചോദിച്ചില്ലേ പാഞ്ചജന്യവും
ശവകുടീരം, പിന്നെ സ്മാരകം, ചിത്രകൂടം, അങ്ങനെ രണ്ടായിട്ട് സ്മാരകമാണ് ചിത്രകൂടത്തില്, പാഞ്ചജന്യത്തിൽ എന്തായിരുന്നു? ശവകുടീരം. ശവകുടീരം. ശവകുടീരമാണ്. ഇതിൽ കിട്ടാത്ത പോയിന്റ്സ് നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും പഠിച്ചോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓക്കെ മിസ്. ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സുകൾ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. മിസ്. താങ്ക് യു താങ്ക് മിസ്. യു. താങ്ക് യു മിസ്.